വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണം തുടക്കത്തിലെ നിലച്ചതോടെ പെരുവഴിയിലായി നാട്ടുകാർ. 4.5 കിലോമീറ്ററിൽ 450-ലധികം കുഴികളുള്ള ഈ റോഡിൽ മഴ പെയ്താൽ കാൽനട യാത്ര പോലും പറ്റാത്ത സ്ഥിതിയാണ്. 11 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ 2023-ൽ നിർമ്മാണം ആരംഭിച്ച റോഡിനാണ് ഈ ദുരവസ്ഥ. നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ തുടർന്നാണ് വർഷങ്ങളായി തകർന്നു കിടന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നവീകരണത്തിന് നടപടികൾ ആരംഭിച്ചത്. 4.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിനായി 5.5 കോടി രൂപ അനുവദിക്കുകയും 2023-ൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 11 മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ ഏതാനും ഭാഗത്തെ മൺജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നെടുങ്കണ്ടത്തിന്റെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഈ റോഡിന്റെ നിർമ്മാണം കരാറുകാരന്റെ അനാസ്ഥയും കെടുകാര്യസ്ഥയും മൂലമാണ് കുണ്ടും കുഴിയുമായി കാൽനടയാത്ര പോലും ദുഷ്കരമായ രീതിയിൽ കിടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറുമായ ജോജി ഇടപ്പള്ളിക്കുന്നേൽ കുറ്റപ്പെടുത്തി. 2023-ൽ നിർമ്മാണം ആരംഭിച്ചിട്ട് 2 കൊല്ലമായിട്ടും ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് BMTC നിലവാരത്തിൽ നിർമ്മാണം നടത്തേണ്ട റോഡാണ്. ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതുവരെ ഗതാഗത യോഗ്യമാക്കുവാൻ ഇതെടുത്തിരിക്കുന്ന കരാറുകാരന് കഴിയാതെ 5.5 കോടി രൂപ മുതൽ മുടക്കിയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതിന് പിന്നിൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥയാണ് ഒന്നാമത്തത്. സർക്കാർ ആയുർവേദ ആശുപത്രി ചാറൽമേട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ഈ റോഡിൽ കൂടിയാണ് ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ, സ്കൂൾ ബസ്സുകൾ, വിദ്യാർത്ഥികൾ, ജനങ്ങൾ, നാട്ടുകാർ ഉൾപ്പെടെ ഈ റോഡിൽ കൂടി ദിനംപ്രതി നടക്കും. ഇപ്പോൾ ഇതിലൂടെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ കഴിയാത്ത തരത്തിൽ റോഡിൽ കുണ്ടും കുഴിയുമായി വളർന്നിരിക്കുകയാണ്. സ്കൂൾ ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ ദിവസേന 100 കണക്കിന് വാഹനങ്ങളും ചാറൽമേട് ആയുർവേദ സർക്കാർ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി പോകുന്ന രോഗികൾ ഉൾപ്പെടെ നിരവധി ആളുകളും ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത്. മൈനർ സിറ്റി, ഉമ്മാക്കട, ചിന്നപ്പച്ചടി, ചാറൽമേട്, കട്ടക്കാല തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ഏക മാർഗവും ഇതാണ്. 4.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ ഇപ്പോൾ 450-ലധികം കുഴികൾ ഉള്ളതായി നാട്ടുകാർ പറയുന്നു. കരാറുകാരന് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി ഒക്ടോബർ മാസം വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാലയളവിൽ റോഡ് പൂർത്തീകരിക്കാൻ കഴിയില്ല. കരാറുകാരന്റെ വീഴ്ച മൂലം റോഡ് നിർമ്മാണം തടസ്സപ്പെടുന്നത് അവസാനിപ്പിച്ച് ഏറ്റവും വേഗത്തിൽ നിർമ്മാണം ആരംഭിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.